ഞാൻ വീണ്ടും പറയും, അത്രയും പ്രിപ്പയർഡ് ആകണം എന്നാ പറഞ്ഞു വന്നത്. ഓ ക്യാഷ് കളക്ഷൻ, അതായിരിക്കണം നമ്മുടെ ബിസിനസ്. അതല്ലാതെ സർവൈവ്, സ്റ്റേബിൾ ആൻഡ് ഡോമിനേറ്റ്. ആ കടം കൊടുത്തുള്ള ബിസിനസ് വേണ്ട എന്ന തീരുമാനം എടുക്കുന്നിടത്ത് ഇരിക്കുകയാണ് നമ്മളുടെ അടുത്ത ലെവലിലെ യാത്ര. വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പ്രീമിയത്തിൽ വിൽക്കണം എന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്കൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 1 പുവർ കസ്റ്റമേഴ്സ്, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം കസ്റ്റമർ, 4 അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സിനെ 4 ആയിട്ട് തിരിക്കുന്നു. 1 പുവർ കസ്റ്റമർ, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം, 4 അൾട്രാ പ്രീമിയം. ഒരു ക്രൈസിസ്, ഒരു സാമ്പത്തിക പ്രതിസന്ധി നാട്ടിലുണ്ടായാൽ അത് ഏറ്റവും ആദ്യം ബാധിക്കുന്ന ആരെയാ? അതുകൊണ്ടാണ് പറയുന്നത്, ഡോണ്ട് ഡു ബിസിനസ് വിത്ത് പുവർ പീപ്പിൾ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്യരുത്. കാരണം അവരെ പ്രതിസന്ധി പെട്ടെന്ന് ബാധിക്കും. അവര് അതാത് മാസത്തിൽ കിട്ടി ജീവിക്കുന്നവരാ. ആ മാസം അവന് കിട്ടിയില്ലെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞില്ലേ സി ടൈപ്പിനെ പറഞ്ഞു വിടാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാറ്റഗറിയാ. ഇവരുമായിട്ട് ബിസിനസ് ചെയ്താൽ, ഒരു ദിവസം വെള്ളം പൊങ്ങിയാൽ, ഒരു ദിവസം മഴ പെയ്താൽ, ഒരു ദിവസം ഹർത്താലായാൽ, ഒരു ദിവസം ബോംബ് വീണാൽ തീർന്നു. ഇവന്റെ കയ്യിൽ പൈസ ഇല്ല, അവന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലും പൈസ കാണത്തില്ല. ഇനി രണ്ടാമത്തതാണ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസിന്റെ പ്രശ്നം, ഇവര് എംപ്ലോയീസ് ആണ് കൂടുതലും. എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രൈസ് കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ചീപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും മിഡിൽ ക്ലാസ്. അതേസമയം ഈ പ്രീമിയം ആൻഡ് അൾട്രാ പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷണൽ ആയിരിക്കും. അവര് വാല്യൂ നോക്കിയിട്ടാണ് സാധനം മേടിക്കുക, ഇമോഷൻസിന്റെ പുറത്താണ് സാധനം മേടിക്കുന്നത്. ഇവര് ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇവര് വെക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന വീടായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ എന്നെ കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് വലിയ ആളുകളെ കൊച്ചാക്കി പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ദിസ് ഈസ് റിയാലിറ്റി. നിങ്ങൾ ക്യാഷ് ഫ്ലോ നോക്കിയാണ് കളിക്കുന്നത് എങ്കിൽ നിങ്ങൾ ലാഭമില്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്യത്തില്ല. നിങ്ങൾ ഈ റവന്യൂ നോക്കി കളിക്കുന്നത് കൊണ്ട്, ഇവിടെ ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെന്ന് ഇരുന്നോട്ടെ, ഇവൻ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ അത് വെച്ചിട്ട് വീട് വെക്കുന്ന 100 പ്രൊജക്ട് നടക്കുന്നു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. മറ്റൊരു കമ്പനിക്ക് ഇതേലെ ഒരൊറ്റ പ്രൊജക്റ്റേ ഉള്ളൂ. ഏതാ ലാഭം? ഇവിടെ കുറച്ച് സ്റ്റാഫ് മതി, ഇവിടെ കുറച്ച് സിസ്റ്റം മതി, ഇവിടെ 100 എടുത്താ പണി നടക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്നെങ്കിലും ഇവന്മാരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇവിടുത്തെ വോളിയം കൂട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ വോളിയം കുറവായിരിക്കും, നമ്പേഴ്സ് കുറവായിരിക്കും, പക്ഷെ അവിടെ ലാഭം ഉണ്ടായിരിക്കും. ആ ലാഭത്തിൽ കളിക്കണം. ഇവൻ അടുത്ത മാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പൈസ, ഇവിടെ അവരുടെ കയ്യിൽ ഓൾറെഡി ഇതിനു വേണ്ടിയിട്ട് ഫണ്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക. അവര് അതും കോടികൾ മാറ്റിയിട്ടിരിക്കുക. അതേലെ ഒരു വർക്ക് കിട്ടിയാൽ മതി, ആ മാർജിൻ്റെ അകത്തിരിക്കുകയാണ് കാര്യം.